വെള്ള പൂശാൻ വേണ്ടിയിട്ട് താങ്കൾ അങ്ങനെ കുറുക്ക് വഴിയൊന്നും എടുക്കണ്ട. കേരളത്തിലെ ക്രൈസ്തവർ മാത്രം എന്താ പ്രത്യേകതരം ക്രൈസ്തവരാണോ? ആഗോള ക്രൈസ്തവരുടെ ഭാഗമാണ് മാഷേ കേരളത്തിലെ ക്രൈസ്തവരും. കേരളത്തിലെ ക്രൈസ്തവർക്ക് മാത്രമായിട്ട് പ്രത്യേക ഒരു ക്രിസ്തു ഉണ്ടോ? ഇല്ലല്ലോ. കേരളത്തിലെ ക്രൈസ്തവർ പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചല്ലേ വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവർ പറയുന്നത്. അപ്പോൾ വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവർ അവർ ഏത് വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരും ആകട്ടെ, അവരുടെ കണ്ണീരിന് അവരുടെ വിലാപത്തിന് ചെവി കൊടുക്കാൻ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഈ കാസയും അല്ലെങ്കിൽ ഈ ക്രോസ് അല്ലെങ്കിൽ കരിമ്പിങ്കാലെ പോലുള്ള ആളുകൾ ആർക്കാണ് ഒത്താശ പാടുന്നത്? നിങ്ങൾ BJP വിളിച്ച് നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തുമ്പോൾ അവരെ ഉമ്മറത്ത് കയറ്റാൻ പോലും കൊള്ളാത്തവരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കില്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ നിരന്തരം വിലപിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ കുറിച്ചിട്ടല്ല, സിഖ് സംഘടനകളെ കുറിച്ചിട്ടല്ല, ബുദ്ധമത വിശ്വാസികളെ കുറിച്ചിട്ടല്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ നിരന്തരം വിലാപങ്ങളിൽ പെട്ടുഴലെന്ന് അവർ കണ്ണീര് വാർക്കുന്നത് ഈ സംഘപരിവാർ സംഘടനകളിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ആസൂത്രിത അക്രമങ്ങളുടെ പേരില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ന്യായീകരിക്കുക. എന്തിനാ ക്രൈസ്തവ പുരോഹിതരുടെ നേതൃത്വത്തിൽ മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ എന്തിനാ പ്രതിഷേധ യോഗം നടത്തിയത്? ആസൂത്രിതമായിട്ടുള്ള അക്രമം നടന്നിട്ട് കേന്ദ്ര സർക്കാർ കണ്ണ് അടച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയാം. എന്നിട്ട് നിങ്ങൾ ദീപിക പത്രത്തിൽ ലേഖനം എഴുതും, സത്യദീപത്തിൽ ലേഖനം എഴുതും, ക്രൈസ്തവ വിശ്വാസികളോട് കേരളത്തിൽ തിരി കത്തിച്ചിട്ട് വഴിനീളം നടന്നോളാൻ പറയും. എന്നിട്ട് നിങ്ങൾ ഒരറ്റത്തോടെ RSSനെ അങ്ങ് പുലുക്കി പിടിക്കും. മണിപ്പൂരിലെ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആസൂത്രിതമായിട്ട് ക്രൈസ്തവരെ കൊന്നുകളയുന്നു, അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കൊന്നുകളയുന്നു, അവിടെ ക്രൈസ്തവരെ തെരഞ്ഞു പിടിച്ചു കൊന്നുകളയുന്നു, അവിടെ ഒരു വംശീയ അക്രമം നടക്കുന്നു, ഉന്മൂലനം നടക്കുന്നു. നിങ്ങൾക്ക് ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ കേരളത്തിൽ സർവ്വ സൗകര്യങ്ങളോടും കൂടി വിരാജിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ഈ മതേതരത്വത്തിന്റെ സകല കവറേജിന്റെ ഉള്ളിൽ നിന്ന് ഈ എല്ലാ പ്രിവിലേജുകളും ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ RSSനെ പുൽകി പിടിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാൻ വേണ്ടിയിട്ട് ഇന്നോളം പ്രവർത്തിച്ചിട്ടുള്ള RSSനെ പിന്തുണയ്ക്കുന്നത് അല്പം പോലും ക്രൈസ്തവ നിലപാടിന്റെ ഭാഗമല്ല എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇതൊന്നും ദേശസ്നേഹ പ്രവർത്തനമല്ല. നിങ്ങളെപ്പോലുള്ള ആളുകളെയാണ് ദേശദ്രോഹികൾ എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന RSSനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് യഥാർത്ഥ ദേശദ്രോഹികൾ. അല്ലാതെ ഇവിടുത്തെ ക്രൈസ്തവ മതവിശ്വാസികളോ ഇസ്ലാം മതവിശ്വാസികളോ ഹൈന്ദവ മതവിശ്വാസികളോ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം.